ഹലോ, ഞാൻ ആദ്യമായിട്ടാണ് ഒരു സീസു ഇല്ലാത്തൊരു വീഡിയോ ഇടുന്നത്. സീസു നമുക്ക് കാണിക്കാൻ നമ്മൾ അതായത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. ശരിക്കും എനിക്കതൊരു വിഷമമായി അത് കണ്ടപ്പോൾ ശരിക്കും വിഷമമായി. നമ്മളൊരു പെറ്റിനെ വാങ്ങിക്കുകയാണെങ്കിൽ അതിനെ നമ്മുടെ മക്കളെ പോലെ വളർത്താൻ വേണ്ടിയാണ് നമ്മളതിനെ വാങ്ങിക്കണത്. ഞാൻ ആദ്യമായിട്ടാണ് തന്നെ ഒരു പെറ്റിനെ വാങ്ങിച്ചത്. സീസുവിനെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു കുഞ്ഞിനെ വാങ്ങിച്ച് ഞാൻ വളർത്തണത്. അല്ലാതെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ എൻ്റെ ചെറുതിലെ പെറ്റുണ്ടായിരുന്നു. അത് പക്ഷെ കുറച്ച് വലുതായി ഇത്തിരി പ്രായമായ അങ്ങനെ പെറ്റ്. കാരണം എൻ്റെ ചെറുതിൽ അങ്ങനെ കൊണ്ടുവന്നതായിരിക്കാം, എനിക്കറിയില്ല, എനിക്ക് അതൊന്നും ഓർമ്മയില്ല. അപ്പോഴും എനിക്കിഷ്ടമായിരുന്നു പെറ്റിനെയൊക്കെ കേട്ടോ. അവനെ കുളിപ്പിക്കണതും എല്ലാം ഞാനായിരുന്നു. ഡോഗായിരുന്നു. അവനെ നാസർ എന്നാണ് അച്ഛൻ്റെ അച്ഛൻ പേരിട്ടത്. നല്ല ഡോഗായിരുന്നു. അതായത് ഞങ്ങളുടെ കുടുംബത്തിൽ 3 വീടുണ്ട്. 3 വീട്ടിലെ കാര്യങ്ങളും അവനാണ് നോക്കിയിരുന്നത്. രാത്രി പകൽ കൂട്ടിലായിരിക്കും. രാത്രി അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് കഴിക്കും, തറവാട്ടിൽ പോകും. പിന്നെ തൊട്ടപ്പുറത്ത് അച്ഛൻ്റെ അനിയൻ്റെ വീടുണ്ട്. അവിടെ പോയി ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചിട്ട് പിന്നെ തിരിച്ച് നമ്മുടെ വീട്ടിൽ വരും. നമ്മുടെ 3 വീട്ടിലെ കാര്യങ്ങളും അവനാണ് നോക്കിയിരുന്നത്. അതിപ്പോൾ രാത്രിയായാലും നമ്മൾ ചുറ്റും ഒരു വരാന്ത ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വരാന്തയിൽ കൂടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുവൻ. അപ്പം അങ്ങനത്തെ ഓർമ്മകൾ എനിക്കുള്ളൂ പെറ്റിനെക്കുറിച്ച്. കുഞ്ഞുങ്ങളെയൊക്കെ എനിക്ക് പേടിയായിരുന്നു. കാരണം കുഞ്ഞുങ്ങൾക്കറിയില്ല, അത് ഓടിയോ നമ്മുടെ കാലുമൊക്കെ ഇങ്ങനെ കടിക്കാനൊക്കെ വരുമ്പോൾ അങ്ങനെ ഒരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഇവനെ വാങ്ങിക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എടാ എനിക്ക് പേടിയായിരിക്കും. മോനാണ് പറഞ്ഞത്. മോന് കുഞ്ഞിലേ മുതൽ അവർ പറയാറുള്ളതാണ്. അപ്പോൾ എനിക്ക് കുറച്ച് അലർജിയുള്ള ഒരാളാണ്. അതുകൊണ്ട് അതൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ മാറ്റി അവരെ പഠിത്തത്തിൻ്റെ കാര്യം ഓർത്തിട്ട് ഞാൻ അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെ പഠിത്തം ഉഴപ്പുമോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ പിന്നെ മാറ്റി ഇങ്ങനെ വച്ചേക്കായിരുന്നു. അപ്പോൾ അവരെ പഠിത്തമൊക്കെ ഡിഗ്രിയൊക്കെ ആയപ്പോഴാണ് ഇപ്പോൾ പഠിത്തമൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരെണ്ണം വാങ്ങിച്ചേക്കാം എന്ന് വിചാരിച്ചത്. അല്ല, അനിയത്തിമാരൊക്കെ പറഞ്ഞു, നിനക്ക് വയ്യാത്തതല്ലേ, അലർജി പ്രശ്നമുള്ളതല്ലേ, അപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നാൽ ശരിയാവും, ഞങ്ങൾ നോക്കട്ടെ എന്നും പറഞ്ഞാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ മോനോട് പറഞ്ഞു, എടാ കുഞ്ഞിനെയൊക്കെ കൊണ്ടുവരുമ്പോൾ എനിക്ക് പേടിയാടാ എന്നിങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. അവൻ നമ്മുടെ ഡ്രസ്സിലൊക്കെ കടിക്കാനൊക്കെ വന്നു. അങ്ങനെ ഞാൻ ഓരോരുത്തരുടെയും ഇതിൻ്റെ ചാനൽ നോക്കി എങ്ങനെയാണ് ഞങ്ങൾ ട്രെയിൻ അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടില്ല, പുറത്തുകൊണ്ട് ചെയ്യിപ്പിച്ചിട്ടില്ല. എങ്ങനെയാണ് അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കണ്ടേ, നമ്മുടെ കടിക്കാൻ വരുമ്പോൾ എന്താ ചെയ്യണ്ടേ, അങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോ ചാനലും നോക്കി അവനെ ഓരോന്നും പഠിപ്പിച്ചെടുത്ത് നമ്മുടെ ഡ്രസ്സിലൊക്കെ കടിക്കാനൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അച്ഛന് ഇവിടെ വയ്യാതിരിക്കുകയായിരുന്നു. അച്ഛന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. വയ്യാതിരിക്കണമെന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ട് ഇവൻ കുഞ്ഞായിട്ട് ഇവൻ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ കുറച്ച് ആക്റ്റീവായി. പിന്നെ കാരണം ഇവിടെ പിള്ളേരൊന്നുമില്ലല്ലോ, പിള്ളേരെല്ലാവരും പഠിക്കാനൊക്കെ ആയിട്ട് പുറത്തേക്ക് പോയി. ആരുമില്ല, ഞങ്ങളിപ്പോൾ ഈ 3 പ്രായമായവർ മാത്രം. അപ്പോൾ ഒരു കുഞ്ഞ് വന്നപ്പോൾ ശരിക്കും നമ്മുടെ മനുഷ്യക്കുട്ടികളെ പോലെ തന്നെ കുഞ്ഞ് വന്നപ്പോൾ എല്ലാവർക്കും ഞങ്ങൾക്കായാലും ഞങ്ങൾ ഓടിയടക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഫോണും നോക്കി അല്ലെങ്കിൽ ടിവിയും കണ്ട് ഇരിക്കേണ്ട ഞങ്ങൾ അവൻ്റെ പുറകെ ഓടാൻ തുടങ്ങി. അച്ഛനായാലും അവൻ്റെ അടുത്ത് വർത്താനം പറയാൻ തുടങ്ങി. അവൻ്റെ കൊഞ്ചലും ഭയങ്കര കൊഞ്ചിയാണ് കേട്ടോ ആള്. ഞങ്ങൾ കൊഞ്ചിച്ചതിനെ വഷളാക്കി വെച്ചേക്കാം ശരിക്കും പറഞ്ഞാൽ. ഭയങ്കര കൊഞ്ചിയാണ്. അപ്പോൾ അച്ഛനായാലും അച്ഛൻ മോനേന്നും പറഞ്ഞു വേണമെങ്കിൽ കൊച്ചുമോനേന്ന് അച്ഛൻ വിളിച്ചുകൊണ്ടിരുന്നത്. 2 വർഷമായി അവൻ വന്നിട്ട്. അച്ഛൻ മാർച്ചിൽ പോയി. സോറി. അവനുണ്ടായിരുന്ന 2 വർഷം അച്ഛൻ ഹാപ്പി ആയിരുന്നു. ഇപ്പം ഞങ്ങൾ എവിടെയെങ്കിലും പുറത്ത് പോകണമെങ്കിലും തന്നെയും അവനെ അച്ഛനും കൂട്ടം അവനും ഉണ്ടായിരുന്നു. അച്ഛനെ കാര്യം പറഞ്ഞപ്പോൾ വിഷമം. സോറി.
ഞങ്ങൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അവൻ അച്ഛൻ്റെ ഡോറിൻ്റെ സൈഡിൽ വന്ന് കിടക്കും. അച്ഛൻ അധികം ഡോർ പുറത്തേക്ക് ഇറങ്ങാറില്ല. കാരണം അച്ഛൻ്റെ റൂമിൽ കയറിയാൽ എന്തെങ്കിലും എടുത്തുകൊണ്ട് അച്ഛൻ്റെ ഗുളികയും അതുമൊക്കെ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ അവൻ അതൊക്കെ എടുത്തുകൊണ്ട് ഓടും. അവൻ അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട്. ചിലപ്പോൾ തലേണയൊക്കെ എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ അച്ഛൻ അതൊരു ബുദ്ധിമുട്ടാവുമല്ലോ. അതുകൊണ്ട് അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മാറ്റിയിട്ടാണ് അച്ഛൻ മിക്കവാറും പുറത്തേക്ക് ഇറങ്ങാറ്. അപ്പം അച്ഛൻ്റെ ഡോറിൻ്റെ അവിടെ വന്ന് അവൻ കിടക്കും. അച്ഛനുണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യത്തിൽ ഞങ്ങൾ പുറത്ത് പോയി പോകുമ്പോൾ കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ അവൻ ഒറ്റയ്ക്കാണ്. അച്ഛനില്ല, അച്ഛൻ പോയില്ല. ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം വേറെ ഒന്നുമല്ല. ഞാനൊരു വീഡിയോ കണ്ടു. അവർ പെറ്റായിട്ട് വളർത്തണതാണ്, സ്വന്തം കുട്ടിയെ പോലെ വളർത്തണതാണ്. അതിന് ഞാൻ നോക്കിയപ്പോൾ ഒരു ഭക്ഷണം കൊടുക്കണത് ഒരു പ്ലാസ്റ്റിക് കവറിലിട്ടാണ് ഭക്ഷണം കൊടുക്കണത്. അത് എന്ത് പ്ലാസ്റ്റിക് കവറാണെന്നറിയോ? ഓയിലിൻ്റെ എന്തോ ഓയിൽ വാങ്ങിച്ചതാണ് അവർ. സൺഫ്ലവർ ഓയിലോ എന്തോ ഒരു ഓയിൽ വാങ്ങിച്ചതാണ്. അതിലിട്ടാണ് ഭക്ഷണം കൊടുക്കണത്. എനിക്കത് കണ്ടപ്പോൾ അത് കഴിക്കണ കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. അതും അവർ കഴിക്കണ ഭക്ഷണമൊക്കെയാണ് കൊടുക്കണേന്നാണ് പറഞ്ഞത്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ കൊടുക്കാൻ പാടില്ല. അവർക്ക് വേണ്ടി സെപ്പറേറ്റ്, ഞാനിപ്പോൾ ഇവനായാലും സെപ്പറേറ്റ് വേവിച്ചിട്ടൊക്കെയാണ് അവന് വേണ്ടി വേവിച്ചിട്ട്. ചോറ് മാത്രം ഞങ്ങളുടെ ഇതിൽ നിന്ന് എടുക്കും. ചിക്കനായാലും ഉപ്പിടാതെ ഞങ്ങൾ വേവിച്ചിട്ട് കൊടുക്കണത്. അല്ല, ഞങ്ങൾ കഴിക്കണ ഭക്ഷണം അവന് കൊടുക്കാറില്ല. ഉപ്പിട്ടതും പഞ്ചസാര, ഉപ്പ് അതെല്ലാം ഒഴിവാക്കിയിട്ടാണ് അവന് ഭക്ഷണം കൊടുക്കണേ. അങ്ങനെ കൊടുത്താലേ ലോങ് ലൈഫ് കിട്ടുള്ളൂ. നമ്മൾ സ്നേഹത്തോടെ കൊടുക്കണതായിരിക്കും, എന്നാൽ പോലും കൊടുക്കാതിരിക്കണതാണ്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ നമ്മൾ പെറ്റായിട്ട് വളർത്തണ ഇപ്പം ഇവൻ വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പാത്രമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ വീട്ടിലിരുന്ന ഒരു പാത്രം എടുത്തിട്ട് വെള്ളം കുടിക്കാനായാലും ഭക്ഷണം കൊടുത്തതും ഞങ്ങളുടെ വീട്ടിലിരുന്ന് കൊടുത്തിട്ടാണ് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് അവൻ വലുതായി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളൊരു പാത്രം വാങ്ങിച്ചു. ഞങ്ങൾക്ക് അറിയില്ലല്ലോ എന്ന് വിചാരിച്ച് പാത്രം വാങ്ങിച്ചു. അവർ അതുപോലെ അവരുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു പാത്രം ഉണ്ടാവില്ലേ, ഒരു പ്ലേറ്റ് എന്തെങ്കിലും ഉണ്ടാവില്ലേ, അതിൽ കൊടുത്തൂടെ? ഈ കടയിൽ കണ്ട കവറിലൊക്കെ ഇട്ട് കൊടുക്കണോ? കഴിഞ്ഞ ദിവസം അതിനെ കണ്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് അവർ കിടന്ന് വിഷമിക്കണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ അവരെ കണ്ടതാണ്, കണ്ടില്ല എന്നും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കണ്ട വീഡിയോ ആണിത്. വിഷമിക്കണ്ടായിരുന്നു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ളവരാണ് ഇങ്ങനെ. ആ കമൻറ്റ് ഞാൻ അതിലെ കമൻറ്റൊക്കെ ഞാൻ എടുത്ത് വായിച്ചു നോക്കി. എല്ലാവരും ചോദിക്കണ ഒരു പാത്രത്തിൽ കൊടുത്തുകൂടെയാണ്. എനിക്കത് കണ്ടപ്പോൾ വിഷമം തോന്നി. അത് കഴിക്കണ കാണുമ്പോഴാണ് വിഷമം തോന്നി. അതിനറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ നമ്മുടെ മക്കളെപ്പോലെ, നമ്മുടെ മക്കൾക്കാണെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവറിലിട്ട് കൊടുക്കുമോ? ഇല്ലല്ലോ. നമ്മുടെ മക്കൾക്ക് പാത്രത്തിലല്ലേ കൊടുക്കുള്ളൂ. അതുപോലെ തന്നെയല്ലേ അവരും. അവർക്കറിയില്ലല്ലോ, അവർക്ക് മിണ്ടാനറിയില്ലല്ലോ, അവർ പ്രതികരിക്കാനറിയില്ലല്ലോ. അത് ഞാൻ നോക്കിയപ്പോൾ അതിരുന്ന് കഴിക്കുക. അപ്പോൾ ദയവ് ചെയ്ത് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു പാത്രം, നമ്മുടെ വീട്ടിൽ പാത്രം ഇല്ലാതിരിക്കുമല്ലോ, പ്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു പാത്രം ഉണ്ടാവില്ലേ, അതിലിട്ട് ഭക്ഷണം കൊടുക്കായിരുന്നു. എനിക്കത് കണ്ടപ്പോൾ ശരിക്കും വിഷമം തോന്നി. അതുകൊണ്ടാണ് ഞാൻ അതും കൂടിയും പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടെ. സാധാരണ ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഇടാറില്ല. മിക്കപ്പോഴും സീസുവിൻ്റെ വീഡിയോ ആയിരിക്കും, ഞാനായിരിക്കും വീഡിയോ എടുക്കണത്. വേറെ ആരും ഇല്ല ഇവിടെ വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ സീസുവിൻ്റെ പുറകെ ആയിരിക്കും ഞാൻ സീസുവിൻ്റെ വീഡിയോ എടുക്കണു. ഞാനായിട്ട് അങ്ങനെ എൻ്റെ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടില്ല. വീഡിയോ എടുക്കാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. മക്കളൊന്നും ഇല്ല അടുത്ത്. അപ്പോൾ ഞങ്ങൾക്ക് കൂട്ടിന് ഞങ്ങളുടെ മോനെ പോലെ സീസുക്കുട്ടൻ. ഓക്കെ, ബൈ ബൈ.